പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാ തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേക, അണയാ അനുദപിക്ക അനുരഞ്ജിതരായി ബലിയേക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദിവ്യബലിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുക. ഭാരം ചുമക്കുന്നവരായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മെ ക്ഷമിക്കുകയാണ്. നമ്മളുടെ ഭാരങ്ങളും ആകുലതകളും തുറക്കപ്പെടാത്ത വാതിലുകളും നമ്മുടെ പ്രശ്നങ്ങളും എത്രയൊക്കെ ശ്രമിച്ചിട്ടും പരിഹാരം കാണുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് കരുതുന്ന എല്ലാ പ്രശ്നങ്ങളും കർത്താവിൻ്റെ മുമ്പിലേക്ക് നമുക്ക് വയ്ക്കാം. കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ വയ്ക്കുമ്പോൾ, കർത്താവെ എനിക്ക് വേറൊന്നുമില്ല, നീ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി വയ്ക്കുമ്പോഴാണ് കർത്താവ് ഏറ്റെടുക്കുക. ആ ഒരു മനോഭാവത്തോടു ഒഴിഞ്ഞ കരങ്ങളോടെ എനിക്ക് സാധ്യമല്ല, ഞാനെല്ലാം പരിശ്രമിച്ചു, എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തു, പക്ഷേ എങ്കിലും എൻ്റെ പ്രശ്നം എൻ്റെ കഴിവിൻ്റെ പരമാവധിയാണ്, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു എന്നുള്ള വലിയൊരു ആശ്രയബോധത്തോടു കൂടി കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ബലി അർപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നാം ഇന്ന് വരെ, ഈ നിമിഷം വരെ നമുക്ക് ഒത്തിരി നന്മകൾ കർത്താവ് നൽകിയിട്ടുണ്ട്. ആ നന്മകൾക്കെല്ലാം കർത്താവിന് ആദ്യം നന്ദി പറയാം. നാം ജീവനോടെ ഇരിക്കുന്നു. ഈ മഹാമാരി കാലത്ത് ഒത്തിരി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ എല്ലാവരും കടന്നു പോകുമ്പോഴും ദൈവം നമ്മെ ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. കർത്താവിന് നന്ദി പറയാം. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇത് വിലർപ്പിക്കുന്നതിന് യഥായോഗ്യം ഒരുങ്ങാം. നമ്മുടെ പാപങ്ങൾ, ബലഹീനതകൾ, വീഴ്ചകൾ, കുറവുകൾ ഓർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. സഹോദരേ, ഈ ദിവസങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമേ, അധപതിച്ച ലോകത്തെ അങ്ങേ പുത്രന്റെ താഴ്മയാൽ അങ്ങ് സമുദ്ധരിച്ചുവല്ലോ. അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നങ്ങ് മോചിപ്പിച്ച അവരെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കാൻ ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആദ്യം പുറത്തു വന്ന് എന്നെ കാണുന്നവനെ ഞാൻ കർത്താവിന് ഹോമബലിയായി സമർപ്പിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആവസിച്ചു. അവൻ ഗിലെയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലെയാദിലെ മിസ്പായിലേക്ക് കടന്ന് അമ്മോന്യരുടെ ദേശത്തേക്ക് പോയി. ജഫ്ത കർത്താവിനൊരു നേർച്ച നേർന്നു. അങ്ങ് അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും. ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും. ജഫ്ത യുദ്ധം ചെയ്യാൻ അമ്മോന്യരുടെ അതിർത്തി കടന്നു. കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കരാമീം വരെയും 20 പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി. വലിയ കൂട്ടക്കൊല നടന്നു. അമ്മോന്യർ ഇസ്രായേലിന് കീഴടങ്ങി. ജഫ്ത മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നു. അതാ അവൻ്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു. അവൾ അവൻ്റെ ഏക സന്താനമായിരുന്നു. വേറെ മകനോ മകളോ അവനില്ലായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, അയ്യോ മകളെ, നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ. നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ കർത്താവിന് വാക്കുകൊടുത്തുപോയി. നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല. അവൾ പറഞ്ഞു, പിതാവേ, അങ്ങ് കർത്താവിന് വാക്കുകൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക. കർത്താവ് ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം ചെയ്തല്ലോ. അവൾ പറഞ്ഞു, ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം. സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി 2 മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം. പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ 2 മാസത്തേക്ക് അവളെ അയച്ചു. അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാത്വത്തെപ്പറ്റി വിലപിച്ചു. 2 മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു. അവൻ നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഞാൻ ഇതാ വരുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാൻ ഇതാ വരുന്നു. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു.
ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ചു. കർത്താവെ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. കർത്താവെ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. ഹല്ലേലൂയ, 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 ആമീൻ. ഇന്ന് നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അവിടുത്തെ സ്വരം ശ്രവിക്കുവിൻ. ഹല്ലേലൂയ, 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 ആമീൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 22, 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. അക്കാലത്ത് യേശു ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി വിവാഹവിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്നു സജ്ജമാക്കിയിരിക്കുന്നു. എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. വിവാഹവിരുന്നിന് വരിക എന്നു ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിലേക്കും പൊയ്ക്കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹവിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരാകിയിരിക്കുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെല്ലാം വിവാഹവിരുന്ന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെ എല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്ത് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, കാഴ്ചയർപ്പണ സമയമാണ്. ഒപ്പം നമ്മുടെ തന്നെ സമർപ്പണവും ചെയ്യേണ്ട സമയമാണ്. നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയെല്ലാം ഈ സമയത്ത് സമർപ്പിക്കാം. സ്തോത്ര കാഴ്ചയുടെ നമ്മുടെ ദശാംശത്തിൻ്റെ ഒരു ചെറിയൊരു എന്ത് തന്നെ ആയാലും അത് ദൈവം കാണുന്നുണ്ട്, കരുതുന്നുണ്ട്. കൊടുത്താൽ നിനക്ക് ദൈവം കൂടുതൽ തരും. നമ്മുടെ തന്നെ ഒരു ചെറിയൊരു ദൈവിക ശുശ്രൂഷയ്ക്കായി നൽകുന്നത് നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ ദൈവം അത് അനുഗ്രഹമായി 100 ഇരട്ടിയായിട്ട് നൽകുവാനായിട്ട് ദൈവം കരുണ കാണിക്കും. നമുക്ക് വിശ്വസിക്കാം. ഏത് മേഖലയ്ക്കാണ് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, ഒപ്പം നമ്മുടെ നിയോഗത്തെയും മനസ്സിൽ കണ്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് നിന്റെ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുന്നു, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഞങ്ങളുടെ തൊഴിൽ മേഖലകളെയും സാമ്പത്തിക മേഖലകളെയും കർത്താവെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. വൈദികൻ ഉയർത്തുന്ന അപ്പത്തോടും വീഞ്ഞിനോടൊപ്പം ഞങ്ങളിതാ ഈ നിയോഗത്തെയും ചേർത്ത് വയ്ക്കുന്നു. ഈ സ്തോത്ര കാഴ്ചയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വേദനയിൽ നിന്ന്, ഞങ്ങളുടെ സഹനങ്ങളിൽ നിന്ന് നൽകുന്ന ഈ അനുഗ്രഹത്തെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കും
യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവെക്കുന്നു ഞാൻ ബലിയിൽ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവെക്കുന്നു ഞാൻ ബലിയിൽ. പ്രിയ സഹോദരി, നാം ഏവരും ചേർന്നപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ നാമത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിതത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിങ്കലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴിയെന്നും എന്നേരം ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയത് യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽത്താമാമലവേദിയിൽ മാനുഷ്യപാപങ്ങളേന്തി മരിച്ച നാഥ, താവക മൃത്യുവെ പ്രഖ്യാപനം ചെയ്തു മേവിടും ഈ ജനമീയാർദ്രപത്യ. തമ്മിലുറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിന്നിവർ ഘോഷിക്കുന്നു. നിൻവരവങ്ങനെ പ്രത്യാശയോടിവർ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പു. ആകയാൽ ആമോദവായ്പിലമരുമ സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപവാനങ്ങയെ നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടും നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിന്നലവും. ഹോസാന ഹോസാന
ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകും. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പോർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളേവരെയും പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വർഗീസ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് അങ്ങേ സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങ് പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെവരെയും അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം.
സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങ് മോചിപ്പിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥകളിൽ നിന്നും അസമാധാനങ്ങളിൽ നിന്നും സ്നേഹരാഗത്തിൽ നിന്നും തഴക്കദോഷങ്ങളിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നുമൊക്കെ ഞങ്ങളെ എപ്പോഴും കരുണാപൂർവം കാത്തുകൊള്ളണമേ. നിത്യ സൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അതിദാനമായ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവെ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളും തിന്മകളും കടങ്ങളും പോരായ്മകളും പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഈ സമൂഹത്തിനും ഞങ്ങളുടെ ജോലിസ്ഥലത്തിനും ഞങ്ങൾ കണ്ടുപിടുന്ന എല്ലാ വ്യക്തികൾക്കും അങ്ങയുടെ ശാന്തിയും സമാധാനവും സന്തോഷവും ഐക്യം കൽപ്പിച്ചുള്ളയാലും എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യമാം കുഞ്ഞാടിൻ ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീയൻ ഭവനത്തിൽ വരുവാ യോഗ്യത എനിക്കില്ല. അവിടുന്നു അരുൾ ചെയ്താൽ അതുമാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം നേടുവാ. ദിവ്യകാരുണ്യ സ്വീകരണമാണ്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കുക. കൈകളിൽ നല്ല പൊടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി നന്നായിട്ട് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് കൈകൾ നന്നായി ശുദ്ധീകരിച്ച് ഞങ്ങൾ ഇടത് കൈ മുകളിൽ വെച്ച് വലത് കൈ താഴോട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ മാസ്ക് മാറ്റി ഈശോയെ ഉൾക്കൊള്ളുക. ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കണം. അത് ഉൾക്കൊള്ളുന്ന സമയത്ത് മാത്രമേ മാസ്ക് താഴ്ത്തി ഈശോയെ സ്വീകരിക്കാവൂ. പ്രാർത്ഥനാപൂർവമായിരിക്കണം സ്വീകരിക്കേണ്ടത്. കരങ്ങളിൽ സ്വീകരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും പൊടി, എന്തെങ്കിലും പാർട്ടിക്കിൾസ്
നിങ്ങൾ തട്ടി തറയിൽ വീഴാതെ കൈകളിൽ എന്തെങ്കിലും ചെറിയ ദിവ്യകാരുണ്യ ഈശോയുടെ ചെറിയ പൊടി ഉണ്ടെങ്കിൽ അതും സ്വീകരിക്കണം. അത് കൈ നന്നായിട്ട് നോക്കിയിട്ട് വേണം കൈ താഴ്ത്തേണ്ടത്. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെയോ മനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോ എൻ മനം നീറുമ്പോ എന്റെ ചാരത്തു ചേരുന്നു സ്വാന്തനമാ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. മനസ്സിൽ നിറയുന്ന മുറിവുകളെല്ലാം വിരൽ തൊട്ടുണക്കിയിടുന്നു. ഭാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോ തോളിൽ വഹിച്ചിടുന്നു. ഒരു കുഞ്ഞിനെ പോ തിരുമാറിലവൻ എന്നും ഉറക്കിടുന്നു. ഒരു കുഞ്ഞിനെ പോ തിരുമാറിലവൻ എന്നും എന്നെ ഉറക്കിടുന്നു. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ഇന്ന് കർത്താവിൻ്റെ ബലി അർപ്പിക്കുവാനും അതിലൂടെ നമ്മെ അനുഗ്രഹിക്കുവാനും ഇവിടെ എത്തിച്ചേർന്നത് ജോസഫ് അച്ഛനാണ്. അച്ഛൻ OCD പ്രോവിൻസാണ്, OCD സഭയിലെ അംഗമാണ് അച്ഛൻ. അതുപോലെ തന്നെ ഒത്തിരി ധ്യാന ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന അച്ഛനുമാണ്. ഡെലിവറൻസ് ശുശ്രൂഷകളൊക്കെ അച്ഛൻ ഒത്തിരി ചെയ്യാറുണ്ട്. നമുക്ക് ഈ ദിവസം അച്ഛൻ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി കുർബാന അർപ്പിച്ചതിന് PO ഭവൻ്റെ എല്ലാവരുടെ പേരിലും ശുശ്രൂഷകരുടെ പേരിലും ആശ്രമത്തിൻ്റെ പേരിലും അച്ഛനോടുള്ള നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് ഇന്ന് നമ്മൾ മരുന്ന് ഈശോയുടെ കൈകെട്ടി ഈശോയുടെ മരുന്ന് കഞ്ഞി നേർച്ചയായിട്ട് നമ്മൾ വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഒരു ആഘോഷമാണ് ഓണം. സാഹോദര്യം, എല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടെ സ്നേഹത്തോടെയൊക്കെ ജാതി മത വ്യത്യാസം കൂടാതെ ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ ആ ഓണം ആഘോഷിക്കുവാനായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് PO ഭവൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മധുരം പായസം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശുശ്രൂഷകരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഇത് രണ്ടും സ്വീകരിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ടത്. നന്ദിയോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഇവിടുത്തെ ശുശ്രൂഷകൾ നിങ്ങൾ ഓൺലൈനിൽ മറ്റുള്ളവർക്ക് കിട്ടുവാനായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക. കാരണം ഇവിടെ വരുന്ന നിങ്ങൾ ഒരു 10 പേരോട് പരിചയപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് മറ്റുള്ളവർക്ക് അനുഭവിക്കുവാനും സന്തോഷിക്കുവാനും ഇടയാകും. അതൊരു സുവിശേഷ വേലയാണ്. നമ്മൾ മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ചെന്ന് ഉടമ്പടി എടുക്കാറില്ലേ? PO ഭവൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് കൈകെട്ടി ഈശോയുടെ നൊവേനയെ പരിചയപ്പെടുത്തുക. ഇത് തന്നെയാണ് കൈകെട്ടി ഈശോയോടുള്ള പ്രാർത്ഥന നൊവേന. ഒരു 10 പേരോടൊക്കെ ഒന്ന് ഓൺലൈനിലൂടെ ഈ ഷെയർ ചെയ്ത് നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുത്ത് അവരെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. അതുവഴി നമ്മളെയും ദൈവം അനുഗ്രഹിക്കും.
അവർക്കും ഒരു പ്രാർത്ഥന അനുഭവം, ഒരു പുതിയൊരു പ്രാർത്ഥന അനുഭവം അവർക്ക് ലഭിക്കും. ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളിൽ കടന്നുപോയിട്ടുള്ളവർ ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടായിരിക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാർത്ഥനയിൽ വളരാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇന്ന് വന്ന നിയോഗങ്ങൾ കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കൊടുത്ത 3-4 മണിക്കൂറുകൾ അത് വലിയൊരു കൃപയുടെ അനുഗ്രഹത്തിൻ്റെ നിമിഷമായി, അനുഗ്രഹമായി ദൈവം നിങ്ങൾക്ക് തരുക തന്നെ ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസം തോറെടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരക്കത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ അകറ്റണമേ. അങ്ങയോട് കൂടെയായിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഹൃദയത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മഹത്തായ ബലിവസ്തുക്കളാൽ സമ്പൂരിതരായ ഞങ്ങൾ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കുവാനും അങ്ങേ സ്തുതികളിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. സമാധാനത്തിൽ പോകുവിൻ. ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്.